hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. അപ്പോൾ പനിയായിട്ട് സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് വോയിസ് ഓവറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓണം സീരീസിലെ 8ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൽവാർ ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്ത് ടോണറും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 1.9 ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ ടാൻ ഉണ്ട്. ഈ അടുത്തായിട്ട് കുറച്ച് വെയിലത്ത് പോവേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നെറ്റിയിൽ നല്ല രീതിയിൽ ടാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫൗണ്ടേഷനാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ സൽവാറിന് പറ്റിയിട്ടുള്ളത് ചുരിദാർ, കുർത്തി അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ സ്ലോയിൽ ചെയ്താൽ മതി കേട്ടോ. സ്ലോയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ തീരില്ല, കുറച്ച് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തതിന് ശേഷം നന്നായിട്ട് അത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കൺസീലർ എടുത്ത് നമ്മുടെ കൺസീൽ ചെയ്യേണ്ട അൺഡ്രൈ സർക്കിളുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും നോസിൻ്റെ ബ്രിഡ്ജിലും ചിന്നിലും ഫോർഹെഡിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ സ്പഞ്ച് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നും. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആ ഒരു ഏരിയ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി കൺസീലർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ കൺസീലർ ആദ്യം ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ള സ്ഥലത്ത് ഇട്ടിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൺസീലർ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഷുഗറിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഐബ്രോസ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടോ തിന്നായിട്ടോ ലൈറ്റായിട്ടോ നമ്മുടെ ആ ഒരു ഐബ്രോസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് കുറച്ച് തിക്കായിട്ട് ഫില്ല് ചെയ്യണതായിരിക്കും ഇഷ്ടം, എന്നാൽ ചിലർക്ക് ഒരു ലൈറ്റായിട്ട് ഫില്ല് ചെയ്യണം. ഞാനൊരു മീഡിയം റേഞ്ചിനാണ് ഇത് ഇന്ന് ഫില്ല് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ഡാർക്കായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എടുപ്പുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പുരികത്തിന് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഡാർക്കായിട്ട് തന്നെ എഴുതാം കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ വേരിയേഷൻ വരുത്താം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ബാക്കിലുള്ള സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഐബ്രോ പെൻസിൽ ഷുഗറിൻ്റെയാണ്. ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബ്രൗൺ ഷെയ്ഡിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ബ്ലാക്കാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോംബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മായ്ച്ചു കൊടുക്കുന്ന മാതിരി ഒന്ന് ബ്ലെൻഡ് ചെയ്താലും മതി. അതിനുശേഷം ഞാൻ പ്ലമ്മിൻ്റെ കാജലാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കാജൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെയും അകത്തെ ലൈനിൽ എഴുതുന്നുണ്ട്. അതിനുശേഷം ഞാൻ പുറത്തുകൂടി ജസ്റ്റ് ലൈൻ ചെയ്തതിന് ശേഷം സ്മജ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രഡീഷണൽ ലുക്കിന് ഭയങ്കര ബ്ലാക്ക് സ്മോക്കി ഐസ് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്മോക്കി ഐ ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ കൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് സ്മജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് സ്മജ്ജിങ് ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഫിംഗർ യൂസ് ചെയ്തിട്ട് സ്മജ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് സ്മജ്ജായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാനൊരു ലൈറ്റായിട്ടാണ് ഇത് സ്മജ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഡാർക്കായിട്ട് സ്മജ് ചെയ്യുന്നില്ല, കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഡാർക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു കാജൽ അവിടെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു കൺവീനിയൻറ്റിനനുസരിച്ചിട്ടാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എവിടെയെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ച് കളയാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ ബേസൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും, അങ്ങനെ അവിടെ എവിടെയൊക്കെ
പറ്റിയിരുന്നാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. എവിടെയെങ്കിലും ജസ്റ്റ് എക്സ്ട്രാ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് സ്മജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ലൈറ്റായിട്ടാണ് സ്മജ് ചെയ്തേക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതിന് ഞാൻ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. ഒരു എന്താ ബർഗണ്ടി ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതെടുത്തിട്ട് ഞാൻ ഔട്ടർ കോർണറിൽ നിന്ന് നന്നായിട്ട് ഡാർക്കായിട്ടും ഇന്നർ കോർണറിലേക്ക് വരുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് മിക്സ് ചെയ്യുന്നത്, അല്ല അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കൈ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് പിന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ആ സ്മജ് ചെയ്ത കരിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്രഷ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കണ്ണിലും അതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ അപ്പോഴപ്പോഴും തന്നെ ടിഷ്യൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചോ തുടച്ചു കൊടുക്കുക കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോൾ എന്തോ ഒരു അപാകത നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ടത് അപ്ലൈ ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ മുകളിൽ എടുത്തേക്കുന്ന ആ ഒരു ഷെയ്ഡിൽ നിന്ന് അപ്ലൈ ചെയ്ത ആ ഷെയ്ഡിനെ കണ്ണിൻ്റെ താഴെയും വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ലൈറ്റായിട്ട് മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ വന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എവിടെ ഇങ്ങനെ ഒരു കട്ട കെട്ടി മാതിരി ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്ര മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ആ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓണം സീരീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസവാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ആ ഒരു ലിഡ് പോർഷനിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് താടിയുടെ അവിടെ, അതായത് ജോൺ ലൈനിൽ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് അകത്തേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോൺ ലൈൻ നല്ല സ്ട്രക്ചറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ നോസിൻ്റെ ബ്രിഡ്ജും അതുപോലെ തന്നെ ചീക്ക് ബോൺസും ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഷാർപ്പായിട്ടുള്ള നോസാണെങ്കിൽ കോണ്ടോർ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടോർ ചെയ്യണമെങ്കിൽ കോണ്ടോർ ചെയ്യാം കേട്ടോ. പിന്നെ കോണ്ടോർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഷാർപ്നെസ് കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ചീക്ക് ബോൺസും ഇതുപോലെ ഒന്ന് ജോൺ ലൈൻ ചെയ്ത് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഫേസ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോണ്ടോർ ചെയ്യാനായിട്ട് ഞാൻ നൈക്കയുടെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ളൊരു ഹൈലൈറ്റർ എടുത്തിട്ടാണ് ഞാൻ പുരികത്തിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോസിൻ്റെ ബ്രിഡ്ജ്, അതുപോലെ തന്നെ ചിൻ ഏരിയയിലും നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ ആ ഒരു മുകളിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതും കൈകൊണ്ട് തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്ത്, ഇത് നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള ലിപ്പ് ലൈനറാണ് കേട്ടോ. നല്ല ഡാർക്കാണ്, നല്ല മെറൂണിഷ് റെഡാണ് കേട്ടോ. റെഡിഷ് മെറൂൺ ആയിട്ടുള്ള നല്ലൊരു ലിപ്പ് ലൈനറാണ്. അതുപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് മാമാർത്തിൻ്റെ ലിപ്സിറം ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. എന്താ പറയുക, ഒരുവിധമുള്ള എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഞാൻ ലിപ്പ് ലൈനർ ഔട്ടർ ലൈൻ ചെയ്തിട്ട് അകത്തേക്കും കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ഒഴിവാക്കിയതിന് ശേഷം ഏതെങ്കിലും ലിപ്പ് ഗ്ലോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു അറൗണ്ട് ഒരു 300 റേഞ്ച് ആവുമെന്നാണ് എനിക്ക് ഓർമ്മ. കുറേ നാളായില്ലേ മേടിച്ചിട്ടൊന്നും ഓർമ്മയില്ല റേറ്റൊന്നും. എന്തായാലും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അതിനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസ്കാര നന്നായിട്ട് താഴത്തെ ലാഷിലും അതുപോലെ തന്നെ മുകളിലത്തെ ലാഷിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കണ്ണിന് നല്ലൊരു വിടർന്ന ലുക്കും നല്ലൊരു ഫേസിനൊരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നല്ലൊരു ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മസ്കാര യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും മുകളിലത്തെ ലാഷിൽ മാത്രം ഇട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. എപ്പോഴും താഴത്തെ ലാഷിലും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ അത് തെറിച്ച് വീഴുകയും
അതല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കയറി കൊണ്ടിട്ട് നമ്മുടെ ഫേസിൽ ഇതുപോലെ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ച് കളയാം, അതല്ല എന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും തുടച്ചറിയാം. അപ്പോൾ എൻ്റെ ആ ഒരു നോസിൻ്റെ സൈഡിലായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് നേരത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റിൽ നിന്ന് ഹൈലൈറ്റർ ആ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നോസിൻ്റെ ബ്രിഡ്ജും ഇന്നർ കോർണറും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തോ എനിക്ക് നോസ് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് താഴെയൊന്ന് എന്താ പറയുക ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് എന്താ പറയുക സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ പിക്സിയുടെ ഒരു എന്താ പറയുക ഗ്ലോ തോന്നിക്കുന്ന ഒരു മിസ്റ്റാണ്, ഫേസ് മിസ്റ്റാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പ്രേ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്യാം, ഇതില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് തലയും കെട്ടിയിട്ടുണ്ട്, നമ്മളെ ഡ്രസ്സും ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഓണം സജഷൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള സൽവാറാണ്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന നെക്ക് പീസ് ഒരു ഓക്സിഡൈസിൽ സിൽവറാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ള ഗോൾഡൻ ഓക്സിഡൈസ് ആയിട്ടുള്ള എന്താണ് നെക്ലസ്സാണ്. സിൽവർ എന്ന് ഞാൻ നേരത്തെ പറയുന്നു, സിൽവറല്ല, ഓക്സിഡൈസ്ഡ് ഗോൾഡൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി നല്ല ഗോൾഡാണ് കേട്ടോ. അത് വെളിച്ചത്തിൽ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും. പിന്നെ ഞാൻ 2 കമ്മൽ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഈ ഒരു ചാന്ദ്ബാലി ഇയറിംഗ് ആണ് കുറച്ചും കൂടി മാച്ചിങ് ആയിട്ട് തോന്നുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു റെഡ് കളറിൽ ഒരു ഫ്ലവർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബോട്ടം വന്നിട്ടും റെഡിഷ് മെറൂൺ കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇയറിംഗ് ഇട്ടിട്ടാണ് ഇത് മാച്ചിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്നത് സൈഡിൽ നിന്ന് പവരെടുത്തിട്ട് പിൻ ചെയ്തിട്ട് ബാക്കിൽ തെറ്റിയിട്ടതിന് ശേഷം ആ ഒരു അജ്രാക്ക് ഫ്ലവർ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അജ്രാക്ക് മുല്ലപ്പൂവിൻ്റെ ഇത് വരുന്ന പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇതാണ് വെച്ചേക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മുടി ബാക്കിൽ പിന്നെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് മുടി വളർന്നു. മുടി വളർന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ എക്സ്ട്രാ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളു തോന്നുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു എക്സ്റ്റൻഷൻ കൂടി വെച്ചിട്ടാണ് ഹെയർ പിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും ചിലരുടെ കയ്യിൽ എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള പ്രോഡക്റ്റ്സുകൾ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ഈ ലുക്ക് ചെയ്യാം. ഓൾറെഡി നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ലുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ആദ്യത്തെ സീരീസിൽ തന്നെ ഓണം ലുക്കിൽ ആദ്യത്തെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഫ്രണ്ടിൽ ഗോൾഡൻ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഒരു റെഡിഷ് മെറൂൺ കളർ വരുന്ന ഒരു ഫ്ലവർ ത്രെഡ് ഫ്ലവറാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടവും റെഡിഷ് മെറൂൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൈകളിൽ നല്ല റെഡ് കളറിലുള്ള നമ്മുടെ കുപ്പിവളയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ദുപ്പട്ട വന്നിട്ട് ടിഷ്യൂ മെറ്റീരിയലാണ്, ഭയങ്കര വീതിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ലെങ്തും അത്യാവശ്യം നന്നായിട്ട് ഇതിനുണ്ട്. ഇനി ഞാൻ ഹെയർ സ്റ്റൈൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്, ഒരുപാടൊന്നും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടില്ല, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആയാലും ഒറിജിനൽ ഫ്ലവർ ആയാലും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും നമുക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലവർ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവർ നമ്മളെ കയ്യിലുള്ളത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഈ ദുപ്പട്ട പെയർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചുരുക്കി വെച്ചിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻറ്റിനനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മാതിരി ഫുൾ ഔട്ട്ഫിറ്റ്. പിന്നെ ഹെയർ സ്റ്റൈലും ഹെയറും ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹെയറിൻ്റെ ലെങ്ത് ആ ക്ലിപ്പ് കൊടുത്തേക്കുന്നതിൻ്റെയൊന്നും കുറച്ചും കൂടി താഴോട്ടുണ്ട്, പക്ഷേ ഉള്ളു കുറവാണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി മുടി പൊഴിയുന്നുണ്ട് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഉള്ളു കുറവായതുകൊണ്ട് ഞാൻ എക്സ്റ്റൻഷൻ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നോ മറ്റോ മേടിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചതായിരുന്നു ഓണം സീരീസ് ചെയ്യാനായിട്ട്. പക്ഷേ കഴിഞ്ഞില്ല, നമുക്ക് പ്രഗ്നൻസിയും അത് ത്രൂ ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓണം സീരീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒറ്റ മേക്കപ്പ് ലുക്കിൽ ഒതുക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മളൊരു പട്ടുപാവാട ഉടുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഉടുപ്പും പാവാടയും ഇട്ടിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് സൽവാറിൻ്റെ ഒപ്പമാണ്. ഇനി നമുക്കൊരു സാരിക്കൊപ്പമുള്ള മേക്കപ്പ് ലുക്കും കൂടി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നമുക്ക് ഒരുപാട് മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്തതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിക്കാത്തത്. പിന്നെന്താണ്, 3/4 സ്ലീവാണ് കേട്ടോ ഇത് വന്നിട്ട്. നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി സൈഡിൽ നിന്ന് 2 ബാങ്ക്സ് പോലെ ചെറിയൊരു പീസ് നമ്മൾ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു ലുക്ക് ഫേസിന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഇടുകയാണെങ്കിൽ ഫേസിന് വേറൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നമ്മൾ അങ്ങനെ ഇടാതിരുന്നാൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടത്തേ ഇല്ല. പക്ഷേ 2 സൈഡിൽ നിന്നും കൂടെ ഇതുപോലെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ബാങ്ക്സ് പോലെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലുക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.